വീജ ബോർഡ്, കാണാത്ത കൈകൾ, പറയുന്ന കഥകൾ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് യാഥാർത്ഥ്യത്തിനപ്പുറം ചിലതുണ്ട്. പ്രകാശത്തിന്റെ മറവിൽ ചിലർ മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ലോകമുണ്ടെങ്കിൽ, അതിലേക്ക് കടക്കാൻ ഒരു വാതിലുണ്ടെങ്കിൽ, നിങ്ങൾ അത് തുറക്കാൻ ധൈര്യപ്പെടുമോ? ൽ അമേരിക്കയിൽ ഒരു രഹസ്യോപകരണം ജനിച്ചു. അതിനെ വീജ ബോർഡ് എന്ന് വിളിച്ചു. ഇത് ഒരു ആധ്യാത്മിക ബോർഡായിരുന്നു. അതിലെ അക്ഷരങ്ങളും സംഖ്യകളും കൂടാതെ യെസ്, നോ, ഗുഡ് ബൈ എന്നീ വാക്കുകൾ കൊണ്ട് നമുക്ക് ആത്മാക്കളുമായി സംവാദം നടത്താൻ കഴിയുമെന്ന് പറയപ്പെട്ടു. ഇത് എലൈജ ബോണ്ട് എന്ന ബിസിനസ്സുകാരനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമാണ് ആദ്യമായി വിപണിയിൽ എത്തിച്ചത്. പിന്നീട് വില്യം ഫെൽഡ് എന്ന വ്യക്തിക്ക് ഈ ഉപകരണത്തിന്റെ അവകാശങ്ങൾ കൈമാറി. അദ്ദേഹം വീജ ബോർഡിനെ വ്യാപകമായി പ്രചരിപ്പിച്ചു. വീജ എന്നത് വളരെ രസകരമായ ഒരു പേരാണ്. ഇതിന്റെ ഉത്ഭവം ഫ്രഞ്ച് ഭാഷയിലെ വി അതെ എന്നും ജർമ്മൻ ഭാഷയിലെ ജ അതെ എന്ന വാക്കുകൾ ചേർന്നതാണ്. ചിലർ വിശ്വസിക്കുന്നത് വീജ ബോർഡ് ഉപയോഗിച്ച ആദ്യ സെക്ഷനിൽ ഈ പേരാണ് ആത്മാവുകൾ പറഞ്ഞത് എന്നാണ്. പ്ലാൻചെറ്റ് എന്ന് വിളിക്കുന്ന ചെറിയ ഉപകരണം ബോർഡിലെ അക്ഷരങ്ങളുടെ മേൽ നന്നായി പിടിച്ച് കുറച്ചുപേർ ചേർന്ന് കൈവച്ചാൽ അത് അക്ഷരങ്ങളിലേക്ക് നീങ്ങുന്നതായി തോന്നും. ആത്മാക്കൾ ആ വഴിയാണ് സന്ദേശങ്ങൾ നൽകുന്നത് എന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ വീജ ബോർഡിനെ സാത്താന്റെ ഉപകരണം എന്ന് പറഞ്ഞ് നിരാകരിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. ഹൊറർ സിനിമകൾ, പ്രത്യേകിച്ച് ദ എക്സോസിസ്റ്റ് പോലുള്ള ചിത്രങ്ങൾ ഈ ഉപകരണം ഭയാനകമാണെന്ന് ഊന്നിപ്പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ ഇത് വെറും ഒരു ഗെയിം അല്ലെങ്കിൽ മനസ്സിനുള്ള ഒരു ഉത്തേജനമായിരുന്നു എന്ന് കരുതുന്നു. ശാസ്ത്രം പറയുന്നത് ഇത് ഇഡിയോമോട്ടർ എഫക്റ്റ് എന്നതാണ്. അതായത് നമ്മൾ അറിയാതെയും മനസ്സിലാക്കാതെയും ചെയ്യുന്ന ചെറുതായ ചലനങ്ങൾ പ്ലാൻചെറ്റിനെ നീക്കുന്നു എന്നതാണ്. കേരളത്തിൽ വ്യാപകമല്ലെങ്കിലും വീജ ബോർഡിനോട് ചിലരിൽ ആകർഷണം കാണപ്പെടുന്നു. പലരും ഇതിനെ ഭീതിപ്പെടുത്താനും ശ്രദ്ധ നേടാനുമാണ് ഉപയോഗിക്കുന്നത്. താന്ത്രിക ശാസ്ത്രങ്ങളെ രഹസ്യമായ ചില പ്രയോഗങ്ങളുമായി സാമ്യം പുലർത്തുന്ന ഒരു അത്ഭുതകരമായ ഉപകരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ വീജ ബോർഡ് ഒരു ഗെയിമിനും വിശ്വാസത്തിനും ഇടയിലുള്ള അത്ഭുതകരമായ ഒരു ഉപകരണമായി മാറി. ആത്മാവുകളെ വിളിക്കാനോ ആത്മാന്വേഷണത്തിനോ ഇതിനെ ഉപയോഗിക്കാമെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ അതിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നു. എന്തായാലും വീജ ബോർഡ് പറയുന്ന കഥകൾ നിങ്ങളുടെ മനസ്സിനെ വെളിച്ചവും നിഗൂഢതയും നിറച്ചൊരു അത്ഭുത പ്രദേശമാക്കും. വീജ ബോർഡ് ഒരു കളിയാണോ, ഇല്ലെങ്കിൽ അതിജീവനത്തിന്റെ പരീക്ഷയാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എങ്കിലും ഒന്ന് മാത്രം ഓർക്കൂ, അത് തുറക്കുന്ന വാതിൽ എല്ലായ്പ്പോഴും അടച്ചുപൂട്ടാൻ കഴിയില്ല.